ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദരേഖ, ആരോപിക്കപ്പെടുന്ന വാട്സാപ്പ് ചാറ്റ്, ആരോപിക്കപ്പെടുന്ന ഗർഭഛിദ്രം, ആരോപിക്കപ്പെടുന്ന ഗർഭധാരണം, ഇപ്പോഴും കോൺഗ്രസിന്റെ ക്യാപ്സൂൾ ഇതാണ്. ഈ ക്യാപ്സൂളിലൂടെ മുന്നോട്ട് പോകുന്ന കുറേയേറെ നേതാക്കളുണ്ട്. ഈ പെൺകുട്ടി ഇത്രയും പറഞ്ഞിട്ടും ഇവർക്ക് നേരം വെളുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരാതിയുമായി ഒരു സ്ത്രീ പോലും രംഗത്തേക്ക് വരരുത് എന്നതാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ചാറ്റിൽ നമ്മൾ കണ്ടതല്ലേ, ഗർഭനിരോധന ഗുളിക കഴിക്കരുത്, അതുപോലെ തന്നെ ഗർഭിണിയാകാൻ റെഡിയാകൂ, നമ്മുടെ കുഞ്ഞ് വേണം എന്ന് ഈ പെൺകുട്ടി പറയുന്ന ശബ്ദം പുറത്തു വന്നതാണ്. അതിലാണ് ഈ പെൺകുട്ടി പറയുന്നത് കൊല്ലാക്കൊല ചെയ്യരുത്, അത് ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തെയും കൊല്ലാക്കൊല ചെയ്യും, 2 ജീവനുകൾ അപകടത്തിലാക്കരുത് എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തെ നശിപ്പിക്കാൻ മാത്രമല്ല, ആ പെൺകുട്ടിയുടെയും ജീവൻ അപകടത്തിലാക്കുന്ന ഒരു കൃത്യത്തിലേക്ക് പോകാനാണ് നിർബന്ധിച്ചത്. അപ്പോൾ അതിനനുസൃതമായ വകുപ്പുകൾ ചുമത്തി FIR എടുക്കാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് FIR-ൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ അതെല്ലാം കൂടി ക്രോഡീകരിച്ച് എത്ര കേസെടുക്കണം എന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം അത്രമാത്രം തെളിവുകളാണ്. ഇതിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം? നിങ്ങളിപ്പോൾ മെൻഷൻ ചെയ്തു പോയ BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 2 വകുപ്പുകൾ മാത്രമായിരിക്കില്ല ഡോക്ടർ അരുൺ. ചിലപ്പോൾ അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഒരുപാട് പേജുകളായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണ്, അതുപോലെ തന്നെ ശബ്ദരേഖകൾ, നമ്മൾ ഇതുവരെ പുറത്ത് കേട്ടതും മാത്രമല്ല അല്ലാത്തതുമായിട്ടുള്ള ഇവർ പങ്കുവച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് രീതിയിലാണ് ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തത്, ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ള വാക്കല്ല യോജിക്കുക, ടോർച്ചറിംഗ് ആണ് അവിടെ നടന്നത്. ആ ടോർച്ചറിങ്ങിന് കൃത്യമായൊരു ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടതുണ്ട്.